നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും മുൻ ഉപലോകായുക്തയുമായ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ നിയമിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ കാരണം എന്താകും? ഇതൊരു സാധാരണ നിയമനമായി മാത്രം കാണാൻ കഴിയുമോ? ഈ നിയമനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേസ് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ കേസിൽ യഥാർത്ഥത്തിൽ നീതി നടപ്പായോ എന്ന സംശയം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. അതിനിടയിൽ ആ വിധിയിൽ പങ്കെടുത്ത ജഡ്ജിക്ക് സർക്കാർ പദവി നൽകുന്നത് സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ്. ലോകായുക്ത ബെഞ്ചിലെ അംഗമായിരിക്കെ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് പങ്കെടുത്ത ഫുൾ ബെഞ്ച് മുഖ്യമന്ത്രിക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ തള്ളിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് സർക്കാർ ആനുകൂല്യം ഉൾപ്പെടുന്ന പദവികൾ ഒന്നിനു പിന്നാലെ ഒന്നായി ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതായത് CMDRF ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഭരണകൂട വിവാദങ്ങളിലൊന്നായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിലും മനുഷ്യാവകാശ പ്രതിസന്ധികളിലും സഹായം നൽകാനായി ജനങ്ങൾ സംഭാവന നൽകുന്ന പണം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന ആരോപണം ഭരണകൂടത്തിന്റെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ലോകായുക്തയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിന് വലിയ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായ ലോകായുക്തയുടെ 3-അംഗ ബെഞ്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സംബന്ധിച്ച ഗുരുതര ആരോപണങ്ങൾ നിയമപരമായി പരിശോധിക്കപ്പെടണമെന്ന് വിധിച്ചിരുന്നു. ഇതോടെ സർക്കാരിന് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് നിയമരംഗത്ത് തന്നെ അപൂർവമായി കാണുന്ന ഒരു നീക്കമായിരുന്നു. ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതോടെ പുതിയൊരു ഫുൾ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടു. ഈ ഫുൾ ബെഞ്ചിൽ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെയും ഉൾപ്പെടുത്തി. ഇതിന് പിന്നാലെ കേസ് വീണ്ടും പരിശോധിക്കുകയും മുൻബെഞ്ച് സ്വീകരിച്ച നിലപാട് മാറ്റി പരാതിയെ തള്ളുകയും ചെയ്തു. ഇവിടെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയരുന്നത്. ലോകായുക്ത നിയമപ്രകാരം ഇത്തരത്തിലുള്ള പുനഃപരിശോധനയ്ക്ക് വ്യക്തമായ അധികാരമില്ല എന്നിരിക്കെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള രീതിയിൽ കേസ് വീണ്ടും പരിശോധിക്കപ്പെട്ടു എന്നതാണ് ആരോപണം. ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഉൾപ്പെട്ട ഫുൾ ബെഞ്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത് യാദൃച്ഛികമാണോ, അല്ലെങ്കിൽ ഭരണകൂട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയ നീക്കമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ വിധിക്ക് പിന്നാലെ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് ലഭിച്ച നിയമനങ്ങൾ ശ്രദ്ധേയവുമാണ്. ആദ്യം പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിക്കാനുള്ള ശ്രമമുണ്ടായി. പിന്നാലെ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് പ്രവേശന മേൽനോട്ട സമിതി ചെയർമാൻ പദവി നൽകാൻ ശ്രമിച്ചു. ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ സർക്കാർ ആ നീക്കത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിയതിന് പിന്നാലെ പദവികൾ ഉറപ്പാക്കുന്ന ഒരു പ്രവണതയാണോ കേരളത്തിൽ രൂപപ്പെടുന്നതെന്ന സംശയം സ്വാഭാവികമാണ്. കേരള ലോകായുക്ത നിയമം വ്യക്തമായി പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ലോകായുക്തയോ ഉപലോകായുക്തയോ ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിക്ക് വിരമിച്ച ശേഷം സർക്കാർ ആനുകൂല്യം ലഭിക്കുന്ന പദവികൾ വഹിക്കാൻ പാടില്ല എന്നതാണ് ആ വ്യവസ്ഥ. ഈ നിയമവ്യവസ്ഥയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ലോകായുക്ത പോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ വിശ്വസ്തത സംരക്ഷിക്കുക എന്നാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ മന്ത്രിസഭ ശുപാർശ ചെയ്ത് ഗവർണർ നിയമിക്കുന്ന ഓംബുഡ്സ്മാൻ പദവി സർക്കാർ ആനുകൂല്യമുള്ളതല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പദവിയിലേക്ക് മുൻ ഉപലോകായുക്തയെ നിയമിക്കുന്നത് നിയമവിരുദ്ധമല്ലേ? ഇതിന് സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ നിയമനം നിയമവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിധിക്ക് നൽകിയ പ്രത്യുപകാരമാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ്. RS ശശികുമാർ അടക്കമുള്ള പ്രവർത്തകർ നിയമപരമായ നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇതോടെ വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയെത്താനുള്ള സാധ്യതയും ശക്തമാവുകയാണ്. ഇത് വെറുമൊരു നിയമന വിവാദമായി ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് കേരളത്തിലെ ഭരണകൂടത്തിന്റെ അധികാര വിനിയോഗത്തെക്കുറിച്ചുള്ള വലിയ ഒരു ചോദ്യം കൂടിയാണ്. ഭരണകൂടത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തവർക്ക് പിന്നീട് പദവികൾ നൽകി ആദരിക്കുന്ന ഒരു സംസ്കാരം വളരുകയാണോ എന്ന ആശങ്കയാണ് ഇതിലൂടെ ഉയരുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ നിയമനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ? ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും? സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നതെല്ലാം നിർണായകമായിരിക്കും. അതേസമയം കേരള രാഷ്ട്രീയത്തിൽ ഈ നിയമനം ഭരണകൂടവും നിയമവ്യവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.